തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം, അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വിഷയം വാഗ്ദത്തം എന്നുള്ളതാണ്. വാഗ്ദത്തം, ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ, മനുഷ്യർ തരുന്ന വാഗ്ദത്തങ്ങൾ. വാഗ്ദത്തം ആദ്യമായി ദൈവം തരുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യും. നിത്യജീവൻ, മരിച്ചാലും മരിക്കാത്ത നിത്യജീവൻ. ശരീരം മരിക്കും, പക്ഷേ നിത്യജീവൻ നിലനിൽക്കും. ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഈ ആത്മാവ് നിത്യജീവൻ നിലനിൽക്കുന്നതായി സ്വർഗത്തിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മരണമെന്ന ആ ഒരു കർട്ടൻ നീങ്ങി കഴിയുമ്പോൾ, മരണമെന്ന ആ ഒരു വാതിൽ തുറന്നു കഴിയുമ്പോൾ നാം ഓരോരുത്തരും അക്കരയിലേക്ക് പോകും. ഒരു കാലത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ വന്ന് അനുഗ്രഹീതമായ പ്രസംഗങ്ങൾ ചെയ്ത സുവിശേഷകന്മാർ ഇന്ന് പലരും ഇല്ല. അന്ന് അനുഗ്രഹീതമായ സുവിശേഷ പ്രസംഗങ്ങൾ ചെയ്തവരാണ്. ഞങ്ങളുടെ വലമ്പൂർ പള്ളിയിലെ കൺവെൻഷന് ഒട്ടേറെ അനുഗ്രഹീതരായ സുവിശേഷകന്മാർ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത് നോക്കി, ഓരോരുത്തരെയും എണ്ണി നോക്കി, ആരുമില്ല. അന്ന് വചനം പറഞ്ഞവരാരുമില്ല. തീ വാർന്ന വചനമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പോയി, അവരക്കരയ്ക്ക് പോയി. ഞാനും അക്കരയ്ക്ക് പോകും, നാമും പോകും ഒരു ദിവസം. എന്നാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കടന്നു ചെല്ലുമ്പോൾ നിത്യസ്വർഗം കിട്ടിയില്ലെങ്കിൽ അത് പരമാബദ്ധമായി പോകും, ജീവിതം നഷ്ടപ്പെട്ടു പോകും. നിത്യസ്വർഗം, നിത്യജീവൻ, നിത്യമായ സ്വർഗീയ വാസം. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ വാസം.
ഒന്ന്, നിത്യജീവൻ വാഗ്ദത്തം തന്നിരിക്കുന്നു, വാഗ്ദത്തം. 2, സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നിരിക്കുന്നു, സ്വാതന്ത്ര്യം. ഗലാത്യലേഖനം 5-1 വാക്യമാണെന്ന് ചിന്തിച്ചത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാലതിൽ ഉറച്ചു നിൽപ്പിയും അടിമനോത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമുക്ക് എന്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം തന്നത്? നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പാപത്തിൽ നിന്ന് നമ്മൾ പലരും അനുഭവിക്കുന്നില്ല. ദൈവം തന്നതാണ്, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പാവമെന്ന് പറയുന്ന എല്ലാറ്റിൽ നിന്നും സ്വാതന്ത്ര്യം. എന്തെല്ലാം ഉണ്ട് പാവം? പ്രവൃത്തിയിൽ പാവമുണ്ട്, വാക്കിൽ പാവമുണ്ട്, ചിന്തയിൽ പാവമുണ്ട്, വികാരത്തിൽ പാവമുണ്ട്, വിചാരത്തിൽ പാവമുണ്ട്, മനോരാജ്യത്തിൽ പാവമുണ്ട്, മനോഭാവത്തിൽ പാവമുണ്ട്, നമ്മുടെ ആളത്വത്തിൽ പാവമുണ്ട്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇന്ന് പലരും സ്വതന്ത്രരല്ല. പാവം പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. പിശാച് പാപത്തിൽ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. പാവം നമ്മെ കെട്ടിയിട്ടിരിക്കുകയാണ്. ചില ചങ്ങലകൾ, ഗൂരാക്കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോരുത്തരും അവരവർക്കറിയാമല്ലോ. ചില ഗൂരാക്കുരുക്കുകൾ, അഴിയാക്കുരുക്കുകൾ, ചില കുരുക്കുകളൊന്ന് വേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില കെട്ടുകളൊന്ന് വേണ്ടിയിരിക്കുകയാണ്. വേണമെന്ന് പുറത്ത് ചാടണമെന്നുണ്ട്, സാധിക്കുന്നില്ല. പുറത്ത് വരണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ഓരോരുത്തരും പറയുന്നത് ഞാൻ തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷേ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അതായിരിക്കും. നിലനിൽക്കാൻ പറ്റുന്നില്ല. തീരുമാനം എടുക്കുന്നുണ്ട്, ഈ കോപിക്കില്ല, തീരുമാനിച്ചു, പക്ഷേ സന്ദർഭം വരുമ്പോൾ കോപിച്ചു പോകുന്നു. ഇനി അഴുക്കായ വിചാരങ്ങളോ വികാരങ്ങളോ വരില്ല, പക്ഷേ സന്ദർഭം വരുമ്പോൾ ഉടനെ അതെല്ലാം തിന്മപ്പെട്ട വിചാരങ്ങൾ, എല്ലാ അശുദ്ധമായ വികാരങ്ങൾ എല്ലാം വരുന്നു. ഇനി അരുതാത്ത വാക്ക്, വ്യാജമായ വാക്കൊന്നും വരില്ല, ഉറപ്പാണ്. പക്ഷേ ചില സമയത്ത് സന്ദർഭം വരുമ്പോൾ വ്യാജം പറഞ്ഞു പോകുന്നു. എന്തു ചെയ്യും? എനിക്ക് സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു സാധിക്കില്ല എന്ന് പറയാൻ എളുപ്പം കഴിഞ്ഞു. സാധിക്കില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അറിയാമോ? അതറിയാം. എന്താണ്? നരകത്തിൽ പോകും. വളരെ കൂസില്ലെന്ന് പറയും, നരകത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ സാധിക്കുന്നില്ലെങ്കിൽ നരകത്തിൽ പോകും. സാധിച്ചേ പറ്റുകയുള്ളൂ, സാധിച്ചേ മതിയാകുകയുള്ളൂ. സാധിക്കണം, പാപത്തെ ജയിക്കണം. വാഗ്ദത്തം അതാണ്. പാപത്തിന്മേൽ നമുക്ക് സ്വാതന്ത്ര്യം തരും. സ്വാതന്ത്ര്യം. പാപം നമ്മിൽ നിന്ന് മാറ്റാൻ കർത്താവ് കൃപ തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് അസാധ്യമെന്ന് തോന്നുന്നുണ്ടോ? അസാധ്യമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച മനുഷ്യനാണ്. ഇതൊക്കെ സാധിക്കുമോ? അങ്ങനെ ഇത്രയും അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാനൊക്കെ പറ്റുമോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു കൊടിയ പ്രശ്നമായിരുന്നു ഈ സമ്പൂർണ്ണമായ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെ മനുഷ്യർക്ക് സാധിക്കുമോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പ്രവൃത്തിയിലേക്കൊന്നും ഭാഗ്യവശാൽ പോയില്ല. മനസ്സറിഞ്ഞ പാപത്തിൻ്റെ വാക്കുകൾ വന്നില്ല. എന്നാൽ വ്യാജമൊക്കെ വന്നിട്ടുണ്ട്. വ്യാജവാക്കുകൾ, മറ്റുള്ളവരെ ദുഷിക്കുന്നു വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കുന്നു വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നതൊക്കെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല, നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല എൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അശുദ്ധമായ വിചാരങ്ങളും വികാരങ്ങളും. ഞാൻ ദൈവത്തിന് വചനം പറയുകയായിരുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു കിടക്കുന്നു അശുദ്ധമായ വികാരങ്ങൾ. അതിന്മേൽ ജയമുണ്ടോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. ഇത് ജയമുണ്ടെന്ന് പറയുന്നില്ല, ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞു പറയല്ല, എല്ലാം കർത്താവ് കാണുന്നല്ലോ. ഇന്ന് ഒരു അഴുക്കായ വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും വരാതെ കർത്താവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. അത് ഇന്നല്ല, കുറേയേറെ വർഷങ്ങളായി കർത്താവ് തൻ്റെ തിരുവിലാവിൽ ഒളിപ്പിച്ച്, പിശാച് കാണാതെ എന്നെ ഒളിപ്പിച്ച് വെച്ച് തിരക്തം കൊണ്ട് എന്നെ വലയം ചെയ്ത് എന്നെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. സാധിക്കും, വേണമെങ്കിൽ സാധിക്കും, സാധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നഷ്ടം നമുക്കാണ്, വേറെ ആർക്കല്ല. പാപം കൂടെ ജീവിക്കുക എന്നുള്ളത്, അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം, തീരാ നഷ്ടം. ദൈവത്തിന് സ്തോത്രം. പിന്നുള്ളത് നിത്യജീവൻ വാഗ്ദത്തം തന്നു, സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നു. സ്വാതന്ത്ര്യം എന്തിൽ നിന്ന്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ശാപം, തലമുറകളായുള്ള ശാപങ്ങൾ നമ്മുടെ പലരുടെയും മേലുണ്ട്. തലമുറകളായിട്ടുള്ള ശാപങ്ങൾ നമ്മുടെ കാരണവന്മാരുടെ കാലം മുതലേയുള്ള ചില ശാപങ്ങൾ നമ്മൾ പിന്തുടരുന്നു. അത് ഞാൻ പലരോട് പറഞ്ഞതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. തലമുറകളായിട്ടുള്ള ശാപങ്ങൾ, പൂർവികമായ ചില ശാപങ്ങൾ. മന്ത്രവാദം ചെയ്ത കുടുംബങ്ങളിൽ വലിയ ശാപമാണ്. മന്ത്രവാദം ചെയ്ത മാതാപിതാക്കളുടെ മക്കൾ ശാപഗ്രസ്തരാണ്. മന്ത്രവാദത്തിന് ആഭിചാരം എന്ന് പറയും. ആഭിചാരം ചെയ്ത മാതാപിതാക്കളുടെ മക്കൾ ശാപത്തിലാണ്.
അന്യദേവന്മാരെ സേവിച്ച ആളുടെ മക്കൾ ശാപത്തിലാണ്. വിഗ്രഹാരാധന, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചതായ ജീവിതം, മറ്റ് പലരെയും വേദനിപ്പിക്കുകയും പലരെയും നശിപ്പിക്കുകയും ചെയ്ത ജീവിതം. ഒരുപക്ഷെ കൊലപാതകം ചെയ്തിട്ടില്ലായിരിക്കും. കൊലപാതകം പോലെയുള്ളതിനേക്കാൾ കഷ്ടമായ രീതിയിൽ ക്യാരക്ടർ അസസിനേഷൻ, തേജോവധം ചെയ്യുന്നു, സ്വഭാവഹത്യ ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു. ഇതെല്ലാം ശാപകരമാണ്. ശാപം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ശാപങ്ങളുണ്ട്. ശാപത്തിൽ നിന്ന് മോചനം തരുന്നു, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നു. വളരെ വ്യക്തമാണ്. ഒറ്റയ്ക്കൊരാൾ, നിങ്ങളൊരാൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മോൻ അല്ലെങ്കിൽ മോള്, ഒറ്റയ്ക്കൊരാൾ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് കർത്താവെ ഈ ആളത്വം എന്നേക്കും നിനക്കാണ് എന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ ശാപങ്ങൾ മാറിപ്പോകും. എന്തെല്ലാം ശാപങ്ങളൊന്നുണ്ടെങ്കിൽ എല്ലാം മാറിപ്പോകും. ശാപമുണ്ട്, എനിക്ക് ശാപമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. പക്ഷേ ഈ ശാപങ്ങളെല്ലാം മാറിപ്പോകും. ചില കുടുംബങ്ങളിൽ 40-45 വയസ്സിനിടയ്ക്ക് ആൺതിരിയെല്ലാം പുരുഷപ്രജയെല്ലാം മരിച്ചു പോകുന്നു. ചില അത് ശാപമാണ്. എന്തൊരു ശാപമാണോ ആർക്കറിയാം. ആണായിട്ടുള്ള പുരുഷപ്രജയെല്ലാം 40 വയസ്സിന് 45 വയസ്സിനിടയ്ക്ക് മരിച്ചു പോകുന്നു. ഉള്ള കാര്യം പറഞ്ഞത്. പക്ഷേ പ്രാർത്ഥിക്കാൻ വന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു, കർത്താവ് വിടുതൽ കൊടുത്തു, ദൈവത്തിന് സ്തോത്രം, സ്വാതന്ത്ര്യം കൊടുത്തു. ആ ശാപം മാറി ഇപ്പോൾ ഏതാണ്ട് 60-65 വയസ്സായിട്ടൊക്കെ ജീവിച്ചിരിക്കുന്നു. എങ്ങനെ? ശാപം മാറി. ക്രിസ്തുവിൻ്റെ ആത്മാവ് ശാപം മാറ്റി. നാം എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടോ? നാം മൂലം ആരെങ്കിലും ഉള്ളം നന്ന് കരയാൻ ഇടവന്നിട്ടുണ്ടോ? മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടോ? മാതാപിതാക്കളെ നാം വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ? നാം അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. എല്ലാം ശാപകരമാണ്. ശാപങ്ങൾ മാറ്റുന്നു, ശാപത്തിന് സ്വാതന്ത്ര്യം തരുന്നു. ശാപത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടട്ടെ. ഓരോരുത്തർക്കും ഉണ്ട് പലതര ശാപങ്ങൾ. ഞാൻ അന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ. ഈ ആഭിചാര പ്രയോഗങ്ങൾ, മന്ത്രവാദം, മഷിയിട്ട് നോട്ടം, കൈവശം കൊടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ളത് അനേകം കാര്യങ്ങൾ, ശാപങ്ങൾ. ഇതെല്ലാം ശാപകരമായ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു സ്ഥാനം നോക്കട്ടും, ആ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്ക് ജ്യോത്സ്യം പറയുന്നു, അവിടെ താമസിച്ചാൽ കുഴപ്പമാണ്, അവിടെ ആ വീടിന് അപകടമാണ്, അത് ശാപമുള്ള വീടാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവിടെ നിന്ന് മാറി ആ സ്ഥലം വിറ്റേച്ച് വേറെ പോകാൻ പറയുന്നു. ഒരു മനുഷ്യൻ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. എന്ത് ചെയ്യും? ശാപം മാറ്റാൻ മനുഷ്യൻ നോക്കുകയാണ്. ആ വീട് വിട്ടാലൊന്നും ശാപം മാറുകയില്ല. ചില ജ്യോത്സ്യന്മാർ പറയും, ഒരു മുറി ഇന്ന സ്ഥലത്ത് ഒന്ന് കൂട്ടിയെടുത്താൽ ശാപം മാറും. ഒക്കെ വെറുതെയാണ്. ഇതെല്ലാം വെറുതെ പാവം മനുഷ്യനെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനേകം വീടുകളിൽ ശാപദോഷങ്ങളുണ്ട്, കുടുംബങ്ങളിൽ ശാപദോഷങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും, ശാപത്തിൽ നിന്ന്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അനേകം കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ശാപകരമായി ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ വിനയെന്ന് അനുഭവിക്കുന്ന ആളുകൾ, അതിൻ്റെ ഫലമായി രോഗഗ്രസ്തരായ ആളുകൾ, ശാപം മൂലം ചിലർ ഉപദ്രവിച്ചത് കൊണ്ട് വന്നതായ ദോഷം കൊണ്ട്, അതുകൊണ്ട് അപകടം വന്ന ആളുകൾ, ആക്സിഡൻസ് വന്നു, അത്യാഹിതങ്ങൾ സംഭവിച്ചു, രോഗങ്ങൾ വന്നു, തീരാരോഗങ്ങൾ വന്നു. ചിലരെ കരഞ്ഞതിൻ്റെ, പാവപ്പെട്ട ചിലർ കരഞ്ഞതിൻ്റെ, അവർ വിശ്വാസികളൊന്നും ആവണമെന്നില്ല, കരഞ്ഞതിൻ്റെ ഫലമായി ചിലർക്ക് ശാപം വന്നിരുന്നു. ശാപഗ്രസ്തമായ കുടുംബങ്ങൾ. നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങൾ എങ്ങനെയാണ്? സംശയിക്കേണ്ട. പലരുടെയും കുടുംബങ്ങൾ എങ്ങനെയാണ്? എല്ലാവരുടെയും പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ പലരുടെയും കുടുംബങ്ങൾ ശാപഗ്രസ്തമാണ്. ശാപങ്ങൾ മാറണം. എന്തുകൊണ്ടാണ് മക്കൾ ബുദ്ധിയില്ലാത്തവരായി ജനിക്കുന്നത്? എന്തുകൊണ്ടാണ് മക്കൾക്ക് പഠിക്കാൻ പറ്റാത്തത്? മറ്റേത് കാര്യത്തിനും കഴിവുണ്ട്, പക്ഷേ പഠിക്കാൻ മാത്രം കഴിവില്ല. മക്കൾ അങ്ങനെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ് വിവാഹം നടക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് പിറക്കാത്തത്? എല്ലാം ശാപം കൊണ്ടാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ പല കാര്യങ്ങളും ശാപം മൂലമാണ്. ഭയപ്പെടണം. ശാപഗ്രസ്തമായ തറവാടുകൾ, ശാപഗ്രസ്തമായ കുടുംബങ്ങൾ. ഒരു കാലത്ത് നല്ല സമ്പൽസമൃദ്ധമായ തറവാട് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ആ തറവാട് മുടിഞ്ഞു വരുന്നു. അപ്പൻ്റെ കാലത്ത് നല്ല സമ്പൽസമൃദ്ധമായ ജന്മിമാരായിരുന്നു. പക്ഷേ മകൻ്റെ കാലമായപ്പോഴേക്കും കുറേയേറെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഇതിനറിയാൻ പാടില്ല. എങ്ങനെ നഷ്ടപ്പെട്ടു? അതിന് മകൻ്റെ കാര്യമായപ്പോഴേക്കും തീർത്തും എല്ലാം തന്നെ പോയി കഷ്ടി ജീവിക്കാനുള്ള മാർഗ്ഗം മാത്രമായി.
ഒരു 3 തലമുറ മുമ്പ് നല്ല സമൃദ്ധി ഉണ്ടായിരുന്ന കുടുംബം ഇന്ന് അത് വളരെ താണ നിലവാരത്തിലായിപ്പോയി. തലമുറകൾ മുടിയുന്നു, തറവാടുകൾ മുടിയുന്നു, ശാപഗ്രസ്തമായ തറവാടുകൾ. ഇതിൽ നല്ല രക്ഷ എഴുതുന്നതായി പറയുന്നത്. രക്ഷ ഇതിൽ നല്ല സ്വാതന്ത്ര്യം തരും, സ്വാതന്ത്ര്യം തരും, ക്രിസ്തു സ്വാതന്ത്ര്യം തരും. നിങ്ങൾ എണ്ണി ഓർത്ത് നിങ്ങൾക്ക് വന്ന പിഴകളെല്ലാം നിങ്ങൾ ഏറ്റുപറയുക. അപ്പൻ്റെ പാവം നിങ്ങൾക്ക് ഏറ്റുപറയാൻ പറ്റില്ലല്ലോ, അപ്പൻ്റെ പാവം ഏറ്റുപറയാൻ പറ്റില്ലല്ലോ. അപ്പൻ്റെ കാലത്ത് വന്നു പോയതാണ്, അതുകൊണ്ട് ഞാനെന്താ ചെയ്യുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരാൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വഭാവം മുഴുവനും, നിങ്ങളുടെ ആളത്വം മുഴുവനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് ക്രിസ്തുവിനോട് ഇരക്കണം, യാചിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ ശാപങ്ങൾ നീ മാറ്റി തരണമേ. ശാപമില്ലാത്തവനായി നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ നീ ഒരുക്കണമേ. എല്ലാ ശാപവും എല്ലാ പാവവും മാറ്റി കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 2 ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 3 പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം. പിശാചിൽ നിന്ന് അതിന് പറ്റിയ ഉദാഹരണമാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ മോചനം പ്രാപിച്ചത്. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യവും 8-ാം അധ്യായം 1-ാം വാക്യവും വായിക്കാം. അതിൻ്റെ ശേഷം മോശയും അഹ്റോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഇപ്രകാരം ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഉത്സവം കഴിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയയ്ക്ക. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയയ്ക്കുക. ഇന്ന് ആരാധനകളുണ്ട്, മനോഹരമായ പ്രാർത്ഥനകളുണ്ട്, മനോഹരമായ കുർബാനകളുണ്ട്, നല്ല ആരാധനയുണ്ട്. ഓരോ സഭയിലും ആരാധനയുണ്ട്, മനോഹരമായ സ്തുതിഗീതങ്ങളുണ്ട്. ആരെയും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല മനോഹരമായ ആരാധന സമ്പ്രദായങ്ങളുണ്ട്, വിശിഷ്ടമായ ആരാധനകൾ. പിതാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതായ ചില ആരാധനാക്രമങ്ങളെല്ലാം എത്ര മനോഹരമായിരിക്കുന്നു, അതിമനോഹരം, ഹൃദയസ്പർശിയാണ്. ആരാധനയുണ്ട്. പക്ഷേ ഇന്ന് ആരാധനയുണ്ടെങ്കിലും ബന്ധനത്തിൽ കിടന്നുള്ള ആരാധനയാണ്, ബന്ധനത്തിലാണ്. ശാപത്തിൻ്റെ അടിമയിൽ കിടന്നുള്ള ആരാധനയാണ്, പിശാചിൻ്റെ എഴുതത്തിൽ കിടന്നുള്ള ആരാധനയാണ്. പിശാചിൻ്റെ എഴുതത്തിൽ കിടന്നുള്ള ആരാധന ദൈവസന്നിധിയിലേക്ക് പൊങ്ങുകയില്ല. മേലാം ഊർസേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണം ഈ പ്രാർത്ഥന. മേലുള്ള സ്വർഗീയ യെരൂശലേമിൻ്റെ വാതിലിൽ എൻ്റെ പ്രാർത്ഥന നിൻ്റെ സിംഹാസനത്തിന് എത്രമെന്ന് നാം പാടുന്നു അല്ലേ? പാടുന്നുണ്ടല്ലോ. കർഷാനൊഴിച്ചിലെ കൗമാസ്കാരത്തിൽ നാം പാടുന്നുണ്ടല്ലോ. മേലുള്ള യെരൂശലേമിൻ്റെ വാതിലുകൾക്കുള്ളിൽ നിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ എൻ്റെ പ്രാർത്ഥന അണയണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു സിംഹാസനമുള്ളതായിട്ട് അറിയാമോ? അങ്ങ് ദൈവം ഉണ്ടെന്നറിയാമോ? ചൊല്ലും, മനോഹരമായി ചൊല്ലും, സുറിയാനിയിലും ചൊല്ലും, മലയാളത്തിലും ചൊല്ലും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ശാപം മാറുന്നില്ല, പിശാചിൻ്റെ ബന്ധനം മാറുന്നില്ല, പിശാചിൻ്റെ ബന്ധത്തിലിരിക്കുന്നു. ഓർക്ക് പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ബന്ധനം ഫറവോൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽക്കാർ വിഷമിക്കുകയായിരുന്നു. ഫറവോൻ്റെ അടിമത്തം ഒരു 430 വർഷം മുമ്പ് ആണെങ്കിൽ, വാസ്തവത്തിൽ യൗസേപ്പ് മിസ്രൈമിൽ ചെന്ന കാലത്താണെങ്കിൽ ഫറവോന് ഇസ്രായേൽക്കാർ വലിയ ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു, ഒരു 430 വർഷം മുമ്പ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, ഫറവോൻ അവരുടെ ശത്രുവായി തീർന്നു. ഫറവോൻ്റെ അടിമവേല ചെയ്യുന്നവരായി തീർന്നു. ഫറവോൻ്റെ അടിമവേല ചെയ്യുന്നു, പിശാചിൻ്റെ അടിമവേല ചെയ്യുന്നു. ഇസ്രായേൽക്കാരെ ഫറവോൻ്റെ അടിമത്തിലായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കണം, കുടുംബത്തിലേക്ക് നോക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളിലേക്ക് നോക്കണം. ഫറവോൻ്റെ അടിമത്തിലാണ് പലരും. ഫറവോൻ പിശാച്, സാത്താൻ്റെ അടിമത്തിലാണ്. സത്യാരാധനയില്ല, ആരാധനയില്ല. കൈയടിച്ച് പാടും, ആരാധനയാണ് തോന്നും. ഉള്ളത്തിൽ ആരാധന വരണം, ഹൃദയത്തിലാണ് ആരാധന, ഹൃദയത്തിലെ ആരാധന, ദൈവത്തോടുള്ള നന്ദിയുള്ള ആരാധന, പാവം വിട്ട് ഒഴിഞ്ഞപ്പോഴുള്ളതായ സന്തോഷത്തിൻ്റെ ആരാധന, പാവം മാറിയപ്പോഴുള്ളതായ സമാധാനത്തിൻ്റെ ആരാധന. ആരാധിക്കണം. ഇനി ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനേകരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആരാധനയില്ല, സത്യമായ ആരാധനയില്ല, വിശുദ്ധമായ ആരാധനയില്ല. വിശുദ്ധമായ ആരാധന, വിശുദ്ധമായ ആരാധന. ദൈവത്തിന് സ്തോത്രം. ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, സമ്പ്രദായങ്ങൾ മാത്രം, ചടങ്ങുകൾ മാത്രം പോരാ. അതല്ല ആരാധന. ഹൃദയത്തിൽ നിന്നാണ് ആരാധന. ദൈവത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട്, ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ വന്നല്ലോ എന്നുള്ള സന്തോഷമുള്ളതായ ആരാധന, നിത്യനായ ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നല്ലോ എന്നുള്ളതായ സമാധാനങ്ങളുള്ളതായ ആരാധന, അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളിലേക്ക് തന്നല്ലോ എന്നുള്ളതായ ആ സന്തോഷത്തിൽ നന്ദിയിൽ നിന്ന് വരുന്നതായ ആരാധന.
ഇസ്രായേൽക്കാർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നിങ്ങൾ ഏത് പറയുന്നത് അങ്ങനെയാണ്, നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല നിമിത്തം അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. വലഞ്ഞുപോയി പാവം ഇസ്രായേൽക്കാർ. ഒരു സമയത്ത് യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ മക്കൾ പോയി മിസ്രയീമിൽ നിന്ന് ധാന്യം കൊള്ളുകയൊക്കെ ചെയ്തതിന് ശേഷം യൗസേപ്പുമായി അവരടുത്തു. യൗസേപ്പ് തിരിച്ചറിഞ്ഞു. യൗസേപ്പ്, അവരുടെ സഹോദരൻ യൗസേപ്പ് അവിടുത്തെ പ്രധാനമന്ത്രിയായി എന്നറിഞ്ഞു. സന്തോഷമായി. യാക്കോബെല്ലാം ചെന്നു. അവർക്ക് ഒരു പ്രത്യേക ദേശം, ഗോശൻ ദേശം അനുവദിച്ചു കൊടുത്തു. എല്ലാം കിട്ടിയതാണ്. പക്ഷേ തലമുറ കഴിഞ്ഞപ്പോഴേക്കും, ഒരു 400 ചില്ലുവാനും വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ അടിമത്തത്തിൽ നെടുവീർപ്പിടുകയാണ്. അടിമത്തത്തിൽ നെടുവീർപ്പിടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളൊന്ന് പറയട്ടെ, അനേകരും നെടുവീർപ്പിലാണ്. അനേകർ ഓരോരുത്തരെ അടുത്തറിയുമ്പോൾ സങ്കടം തോന്നും. ദൈവത്തിന് സ്തോത്രം. ഈ വാട്സാപ്പ് മെസ്സേജ് ഓരോന്നും വായിക്കുമ്പോൾ, ചില മെസ്സേജ് കേൾക്കുമ്പോൾ, എൻ്റെ കർത്താവെ, തീ തിന്നുന്ന മനുഷ്യർ, ഉരുകിത്തകരുന്ന മനുഷ്യർ, വലഞ്ഞു പോകുന്ന മനുഷ്യർ, വിഷമിച്ച് ഒരിടത്തും ഒരു പരിഹാരം കിട്ടാതെ ആകുലപ്പെട്ട് വലയുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വേദനിച്ച് നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന മെസ്സേജസ്, നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നതായ അറിയിപ്പുകൾ. എന്താ പരിഹാരം? ആർക്ക് പരിഹാരം കൊടുക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. അനേകരിന്ന് തീരാദുരിതത്തിലാണ്, മാറാ രോഗം പിടിപെട്ടവരാണ്, തീരാ വ്യാധിപ്പെട്ടവരാണ്. അനേകർ വിഷമിക്കുന്നു. പൈസയുടെ കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന ആളുകൾ എന്തു ചെയ്യും? പൈസയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിന് നട്ടലൊടിഞ്ഞിരിക്കുകയാണ്. കേരള ഭൂമിയുടെ നട്ടലൊടിഞ്ഞു. ദൈവത്തിന് സ്വന്തം നാടെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് പിശാചിൻ്റെ നാടായി മാറി. കേരള ഭൂമിയുടെ നട്ടലൊടിഞ്ഞു. മദ്യത്തിൻ്റെ ഭീകരമായ ഉരുക്കൂഷ്ടിയിൽപ്പെട്ട് എത്രയോ പേര് ഞെരിയുന്നു. പാവം സ്ത്രീ, അവൾ കരയുന്നു, മക്കളും കരയുന്നു. അപ്പനൊരു കൂസലുമില്ല. കുടിച്ച് മുടിയുന്നു. മദ്യപാനം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെങ്കിലും, നിങ്ങളീ കേൾക്കുന്നവരെല്ലാവരും അല്ല, ഏതാനും പേരെങ്കിലും നിങ്ങൾ മദ്യപാനത്തിന് അടിമകളായില്ലേ, ഒരു കാര്യം ചെയ്യൂ. എന്നേക്കുമായി മദ്യത്തോട് യാത്ര പറയൂ. ഇന്ന് ഈ കഞ്ചാവും മയക്കുമരുന്നും കൊണ്ട് കിറങ്ങി നടക്കുന്ന ആൾ എത്രയാണ്? കിറങ്ങി നടക്കുന്ന സുബോധമില്ല. സുബോധം നഷ്ടപ്പെട്ടു പോയി. നല്ല മാന്യമായി ജോലി ചെയ്യുന്ന ആളുകൾ, അവർ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ഞെരിയുന്നു. നഷ്ടം വരുന്നു. ആരും ചിന്തിക്കുന്നില്ല. പാവം രോഗിയായ ഭാര്യ കിടന്ന കിടപ്പിൽ ചോദിക്കുന്നു, എന്നൊന്നും കൊണ്ടുവന്നില്ലേ? വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നു, പക്ഷേ കൊണ്ടുവന്നില്ലേ? അവൻ ദേഷ്യം വന്നു. നീ ആരാ എന്നോട് ചോദിക്കാൻ? പാവം ആ പെണ്ണ് വിഷമിക്കുന്നു. മക്കൾ കൂട്ടക്കരച്ചിൽ. ആ ചോദിച്ചെന്നുള്ള ഒറ്റക്കാരം കൊണ്ട് ഭാര്യയെ തല്ലുന്നു. പാവം രോഗിയായി കിടക്കുന്ന സ്ത്രീ അവൾ തല്ലുന്നു. നിഷ്കരുണം തല്ലുന്നു. അതൊരു വിനോദമാണ് ആ പുരുഷന്. മദ്യപിക്കുന്ന മനുഷ്യന് വിനോദമാണ് ഭാര്യയെ തല്ലുക എന്നുള്ളത്. ഇല്ലേ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പലരും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭാഗ്യവശാൽ രക്ഷപ്പെട്ടവരുണ്ട്, അതെല്ലാം മാറിയവരുണ്ട്. പക്ഷേ അനേകരും ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയെ ബഹുമാനിക്കുന്നില്ല. ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ കരുതണം, അവളെ നിങ്ങൾ ആദരിക്കണം. അവൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരാളാണ്. നിങ്ങളെക്കാൾ അല്പം താണവളായിട്ട് കാണരുത് ഭാര്യയെ. ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെയും സ്നേഹിക്കണം, ഭർത്താവിനെ കരുതണം, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനെ കീഴ്പ്പെടണം, ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ ഭയപ്പെടണം. അതിന് തിരുവചനത്തിലെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഭാര്യാഭർത്തൃ ബന്ധം സുദൃഢമായി തീരണം, സ്നേഹമായി തീരണം, സ്നേഹോഷ്മളമായിരിക്കണം. ഇതെല്ലാം ശാപം വിളിച്ചു വരുന്നതാണ്. എല്ലാം ദോഷമാണ്. പിശാചിൻ്റെ ബാധകൾ. പിശാച് ബാധയുള്ള വീടുകളിൽ നിന്ന് പിശാച് ബാധ മാറാൻ എന്താ പോവഴിയുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, എൻ്റെ മേൽ പിശാചിൻ്റെ ആധിപത്യമുണ്ട്, എൻ്റെ മേൽ പിശാചിൻ്റെ കെട്ടുകളുണ്ട്. കർത്താവേ, ഞാൻ കൂട്ടായ്മ വരുന്നുണ്ട്, ഞാൻ വചനം കേൾക്കുന്നുണ്ട്, ഞാൻ വചനം പറയുന്നുണ്ട്. എങ്കിലും കർത്താവേ, എൻ്റെ മേൽ പിശാച് ബന്ധനം മുറുക്കിയിരിക്കുകയാണ്. എൻ്റെ ബന്ധനത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഭയാനകമായ ബന്ധനമാണ് എനിക്കെന്ന് ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ കർത്താവേ, എനിക്ക് ഒരു സുബോധമില്ലാത്തതുപോലെയാണ്. ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ബന്ധനങ്ങളുണ്ട്.
നാഥ നീ ഒന്ന് കാണണമേ, ഈ പിശാചിൻ്റെ കുരുക്കുകളെല്ലാം നീ ഒന്ന് അഴിച്ചു മാറ്റണമേ. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ കർത്താവ് പറയണം, കർത്താവേ എൻ്റെ മേൽ പിശാചിനുള്ള ആധിപത്യം ഇതാ ഞാൻ വലിച്ചെറിയുന്നു, സ്വമനസ്സാലെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ബന്ധനം അഴിക്കുവാൻ വന്ന കർത്താവായ യേശുവേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ, എൻ്റെ ശാപങ്ങൾ മാറ്റുവാൻ, എൻ്റെ മേലുള്ള പാപങ്ങൾ മാറ്റുവാൻ, എനിക്ക് പിശാചിൻ്റെ ബന്ധനത്തിൽ മോചനം തരുവാൻ ഇറങ്ങി വന്ന കർത്താവായ യേശുവേ, നീ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൽ ആണികളാൽ ബന്ധിതനായ യേശുവേ, ഇന്ന് ഞാൻ എൻ്റെ ജീവൻ നിനക്ക് തരുന്നു. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആയുസ്യം വെച്ച് തരുന്നു. എൻ്റെ ജീവിതം ഞാൻ ഇതാ വിട്ടു തരുന്നു. യേശുവേ, എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരണമേ, എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. എൻ്റെ ശാപങ്ങൾ മാറ്റണമേ, എൻ്റെ പാപങ്ങൾ മാറ്റണമേ, പിശാചിൻ്റെ ബാധകൾ മാറ്റണമേ. പൈശാചിക ബാധകൾ, കാരണവന്മാരുടെ കാലം മുതലുള്ളതായ ചില ബാധകൾ, അത് കുടുംബത്തിന്മേലുണ്ട്, അത് എൻ്റെ മേലുമുണ്ട്. കർത്താവേ, അത് മാറ്റിത്തരണമേ. എൻ്റെ ഈ ആയുസ്, ഈ ജീവിതം, കർത്താവേ, ഈ അല്പ ആയുസ്, അത് ഉള്ള കാലം, ഇനിയുള്ള കാലം യേശുവേ നിന്നെ പ്രസാദിപ്പിക്കാനായി ഞാനിതാ നേർച്ചയായി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാനിതാ വഴിപാടായി അർപ്പിക്കുന്നു. സ്തോത്രം. വേറെ നേർച്ചയൊന്നുമല്ല, വേറെ വഴിപാടൊന്നുമല്ല. എന്താണ് നേർച്ച? എന്നെ തന്നെ നേർച്ചയായി അർപ്പിക്കുന്നു, എന്നെ തന്നെ വഴിപാടായി അർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ കഴിക്കുന്ന കോഴി വെട്ടുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായ അങ്ങനെയുള്ളതായ യാഗങ്ങളോ അങ്ങനെയുള്ളതായ നേർച്ചകളോ അല്ല. ഞാൻ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയാണ്. നാഥ, നീ എന്നോട് മനസ്സിലായണം. ഇപ്പോൾ നിൻ്റെ തൃക്കരൻ്റെ മേൽ വരണം. ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു, കർത്താവേ, ഇനി ഞാൻ പിശാചിന് ഇടം കൊടുക്കുകയില്ല, ഇനി ശാപത്തിന് ഇടം കൊടുക്കുകയില്ല, പാപത്തിന് ഇടം കൊടുക്കുകയില്ല. വന്നുപോയതെല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തരണമേ, എല്ലാം പുറത്തു തരണമേ, എല്ലാം കഴുകി തരണമേ. എല്ലാ ശാപവും ശാപത്തിൻ്റെ ദോഷവും മാറ്റി എനിക്ക് മോചനം തരണമേ, എനിക്ക് മുക്തി തരണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, സ്നേഹവാനായ പൊന്നേശുവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. കർത്താവേ, സ്വർഗീയ ദൂതസേനകളോടുകൂടി അവിടെ വന്നതിനായി സ്തോത്രം. അപ്പോൾ ആഗ്രഹിച്ച മക്കൾക്ക് ആഗ്രഹം നിവർത്തിച്ച് കൊടുക്കണമേ കർത്താവേ. അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. എല്ലാ ശാപങ്ങളും മാറ്റണമേ, എല്ലാ ദോഷങ്ങളും മാറ്റണമേ, എല്ലാ പാപങ്ങളും മാറ്റണമേ, എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. സ്തോത്രം.